ആയുർവേദത്തിലെ മുടിയൊക്കെ വനവികമാരുടെ ചേല കവർന്നെടുത്ത് കടമ്പുമരത്തിലാണ് തൂക്കിയിരുന്നത്. അതിന് പേരിട്ടിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ സർപ്പക്കാവാണ് ഇത്. 15-20 വർഷമാകുമ്പോ ഇതിന്റെ തടി പാകമാവും. അന്നേരം ഇതിലൊരു റൂം അവരോട് അറേഞ്ച് ചെയ്ത് ചായക്കടയിലുള്ളതാണ് സമോവർ. തമിഴ്നാടിന്റെ കരിമ്പന എല്ലാം കാണുന്നത് നമ്മൾ 1 രൂപ കോയിൻ ചെയ്തിട്ട് ബാലൻസ് മീന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളുടെ കാഠിന്യം കുറയും. അതോ ഏതാന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിനെതിരെ ഒഴുകുമെന്നാണ്. അതും പോയോ അല്ലേ? സോപ്പിൻ കായ മരം. പണ്ട് കാലത്ത് ഈ സോപ്പിന് പകരമായിട്ടൊക്കെ ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഓറഞ്ച് നിറത്തിൽ കഴിയുമ്പോൾ അതിന്റെ അടുത്തൂടെ പോകുന്ന പ്രാണികളെയൊക്കെ ആകർഷിച്ച് അതിന്റെ അകത്ത് വെച്ച് തന്നെ കൊന്നുകളയുന്നതാണ്. മുടി കാരണം ഈ പലയുടെ കൊല കണ്ടോ, വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കാറുള്ളൂ. ഉപയോഗശേഷം വെട്ടിയ പീസും മണ്ണും വെച്ചടച്ച് വെച്ചാൽ വീണ്ടും സാധനം ചെയ്തിരിക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ വന്ന് എടുത്ത് കഴിക്കുന്ന ഇത് നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണുന്നതിൽ ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ അടുത്ത് ഒരു കൊച്ചു നിപ്പുണ്ടാകും. നമ്മുടെ ദേഷ്യം മാറ്റുന്നവർക്ക് ഇതിന്റെ ഇല ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ ശില്പം. ഇതുപോലെ ചവറ് പോലെ നല്ല എല്ലാരും കിടന്നുറങ്ങുകയാണ്. കായാണ് സത്ത് നമുക്ക് ഈ കോട ഉണ്ടാക്കാൻ, അത് വാറ്റാനുള്ള കോട ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ചെയ്ത അമ്പലക്കുളം. ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലെ മാംഗോ മെഡോസ്. നമുക്ക് മാംഗോ മെഡോസിലെ വിശേഷങ്ങളിലേക്ക്. ഇവിടെ പാർക്കിന്റെ ഉള്ളിൽ പാലിക്കേണ്ട നിയമങ്ങളും എന്തെല്ലാം അവിടെ അനുവദനീയമാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 500 രൂപയുടെ പാസ്സാണ്. ഈ പാർക്കിലൂടെ നടന്ന് ബുദ്ധിമുട്ടാതിരിക്കുക. നമുക്ക് ഈ റിക്ഷയും ബഗ്ഗിക്കാറുകളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെയാണ് ഗൈഡും. പാർക്കിൽ എല്ലായിടത്തും തന്നെ സ്നാക്ക് ബാറുകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന കുട്ടികളുടെ കളിസ്ഥലമാണ്. തേയിലത്തോട്ടം കാണാൻ നമ്മൾ വണ്ടി പിടിച്ച് ഹൈറേഞ്ചിലേക്കൊന്നും പോകേണ്ട. ഒരു തേയിലത്തോട്ടം എങ്ങനെയെന്ന് രൂപം അവരോട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കൊരു കാവൽമാടമുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വ്യൂ ഇവിടെ കിട്ടും. മാംഗോ വിലാസം ടീ ഷോപ്പ്. ഈ ടീ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലെ ഒരു ടീ ഷോപ്പ് എങ്ങനെ, നാട്ടിൻപുറത്തുള്ള ടീ ഷോപ്പ് എങ്ങനെ, അത് അതേപടിയാണ് ഇവർ ഇവിടെ പകർത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കാം. പഴയകാല ചായക്കടയിലുള്ളതാണ് സമോവർ. പുതുതലമുറയ്ക്ക് സമോവർ എന്നാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ചായ അടിക്കുന്ന ആൾ തന്നെയാണേലും ഒരു പഴയകാല അപ്പൂപ്പൻ. അതായത് ഇപ്പോൾ റേഡിയോ ആണ്. ആ റേഡിയോയിൽ നിന്നും പാട്ടുകൾ കേട്ട് ന്യൂസുകളൊക്കെ അറിഞ്ഞ് ചായക്കടകളിൽ ഇരുന്ന് സൊറ പറയുന്നവർ കുറേ ആൾക്കാരുണ്ട്. അതവിടെ അതേപടി പകർത്തിയിരിക്കും. ചായക്കടയിലെ പലഹാരങ്ങൾ വെച്ചിരിക്കുന്ന അലമാരി ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മേശയും കസേരയൊക്കെ അതേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോർഡ് കണ്ടോ തോന്നുന്നു. ജോക്കുട്ടൻ വളരെ സ്പീഡിൽ അങ്ങ് അക്വേറിയം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാലും നമ്മൾ അക്വേറിയത്തിന്റെ വിശേഷം. അക്വേറിയം അടിപൊളിയാണ്. 1.5 അക്വേറിയമാണ്. അതായത് ജീവൻ തുടിക്കുന്ന ആ ഫിഷുകൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വളരെ വലിയ മീനുകളാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് നമ്മൾ വളരെ എൻജോയ് ചെയ്യും. കുട്ടികളും വലിയവരും ഒക്കെ കണ്ടു നിന്ന് പോകും. ഒരുമാതിരി ഫേമസും വലുതുമായ എല്ലാ ഫിഷ് പിടിയുണ്ട്. വളരെ മനോഹരവും വളരെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു സീനാണിത്. പണ്ട് കാലത്ത് വെള്ളം തേകാനൊക്കെ ആയിട്ട് നമ്മൾ ചക്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗൈഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് ചക്രം ചവിട്ടി നോക്കാവുന്നതാണ്. ചെരുപ്പൂരി വേണം ചെയ്യാൻ. ഇന്ത്യയുടെ ഭൂപടം ഇവിടെ നിർമ്മിച്ചിട്ട് അതിൽ ഓരോ സംസ്ഥാനത്തിന്റെയും വൃക്ഷങ്ങൾ, അത് കേരളത്തിന്റെ തെങ്ങ്, തമിഴ്നാടിന്റെ കരിമ്പന എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മീനൂട്ടി പാലം, അത് മീന് ഫീഡ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭാരതീയ ആചാര വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ എത്തുന്നതിലൂടെ നമ്മുടെ പാവങ്ങളുടെ കാഠിന്യം കുറയുകയും പുണ്യം ലഭിക്കുകയും ചെയ്യുന്നൊക്കെയാണ് വിശ്വാസം. കേരളത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇപ്പോഴും ഒരു വഴിപാടായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രവും. പിന്നെ ഈ താഴെ കാണുന്നത് നമ്മൾ 1 രൂപ കോയിൻ ചെയ്തിട്ട് ബാലൻസ് വന്ന ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടിരിക്കുന്നതാണ്. ജോക്കുട്ടൻ ഫീഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ 1 രൂപ തൊട്ട് കട്ട് ചെയ്ത ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാലത്തിൽ കൂടി, അതായത് തൂക്കുപാലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മീനതമാണ് ഇവിടെ മൊത്തം 64 തരം കായൽക്കാർക്ക് മത്സ്യങ്ങളാണുള്ളത്. ഇവിടെ മൊത്തം കാരി, കൂരി, വരാല്, കരിമീൻ, കട്ട്ള, രോഹു, ആവോലി, അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട്. ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ആവോലിയും സിലോപ്പിയൊക്കെയാണ്. ഇതാണ്ട് ഒരു 5 കിലോ മുതൽ 10 കിലോ വലിപ്പമുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്. ആവോലി അല്ലെ? അതിന്റെ കറുത്ത ആവോലിയാണ് ഈ കാണുന്നത്. ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. നമ്മൾ ഈ ഫിഷിന് ഫീഡ് ചെയ്യുക, അതും കഴിക്കുക. അതൊരു വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു, നമ്മുടെ വിശ്വാസം അനുസരിച്ച് മീൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളുടെ വിശ്വാസം. കടലിലോട്ടൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളർത്തു തന്നെയാണ്.
പിന്നെ ഇതൊരു ചെറിയ ഓപ്പൺ സ്റ്റേജ് ഏരിയ ആണ്. ഈ നൈറ്റ് പാർട്ടീസ്, എവന്റ്സും ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ പൊക്കത്ത് സൺബാത്തിങ് ഏരിയ ഉണ്ട്. ഈ വിദേശികളൊക്കെ സൺബാത്തിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ചുറ്റും കാണുന്ന ഓരോ കോട്ടേജ് ആണ്. മൊത്തം 22 കോട്ടേജ് ഉണ്ട് നമ്മുടെ ഈ പാർക്കിൽ. 4 പ്രീമിയം ആണ്. ഓരോന്നിനും ഓരോ ഫ്രൂട്ട്സിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. മൾബറി, ഓറഞ്ച്, അങ്ങനെ 4 പ്രീമിയം ആണ്. പിന്നെ അവിടെ നമ്മുടെ വാച്ച് ടവർ ഉണ്ട്. ഇതിന്റെ ഏറ്റവും പൊക്കത്ത് കയറിയാൽ നമുക്ക് ഈ മാംഗോ മോഡോസ് ഫുള്ള് സിംഗിൾ വ്യൂ ആയിട്ട് കാണാവുന്നതാണ്. പിന്നെ ആ പോകുന്നതാണ് നാടൻ വെള്ളം. ഗൈഡിങ്ങിന് ശേഷം വന്ന് നമുക്ക് നാടൻ വെള്ളത്തിലൊക്കെ കയറാവുന്നതാണ്. നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, തുഴഞ്ഞു തരിക. ഷിക്കാര ബോട്ടിംഗ് അപ്പുറത്ത്. ഇത് 6 അടി. ഫിഷിങ് നമുക്ക് ഈ ആദ്യം ഒരു ചെറിയൊരു ഗൈഡിങ് ഉണ്ട്. ഈ ഗൈഡിങ്ങിന് ശേഷം നമുക്ക് ഫിഷിങ് ചെയ്യാവേ കേട്ടാ. അത് നമ്മുടെ ഈ കുളത്തിലെ വെള്ളം അങ്ങനെ ഒഴുക്കില്ലാത്തതുകൊണ്ട് വെള്ളത്തിന്റെ കട്ടി കൂടും. അപ്പൊ ഈ മീനിന് ഓക്സിജൻ കുറയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ എയർ റേറ്റർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ മീനൂട്ടും കഴിഞ്ഞു. മീനിന്റെ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അടുത്ത ജോക്കുട്ടനായാലും നമ്മുടെ സാരഥിയുടെ ഒപ്പം ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ സാരഥിയുടെ പേര് അനീഷ് എന്നാണ്. നിർത്തിയിരിക്കുന്നതാണ് നീലക്കൊടുവേലിയെ. ധാരാളം മിറ്റുകൾ ഇറങ്ങിയ ഔഷധ ചെടിയാണ് നീലക്കൊടുവേലി. അതിന്റെ വേര് നമ്മൾ കയ്യിൽ പിടിച്ച് എന്താഗ്രഹിച്ചാലും സാധിക്കുമെന്നും അതിന്റെ വേര് നമ്മൾ അരിപ്പെട്ടിയിലോ ഈ പണപ്പെട്ടിയിലോ ഒക്കെ ഇട്ടാൽ പൊലിച്ചു വരുമെന്നും വിശ്വാസമുണ്ട്. ഇതിന്റെ വേര് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇല്ലിക്കാടുകൾ, ഉപ്പന്റെ കൂടുകളിലാണ്. അതിന്റെ വേരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിനെതിരെ ഒഴുകുമെന്നാണ്. വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. അതിന്റെ തൈ വേണേലും നമ്മുടെ നേഴ്സറിയിൽ ലഭ്യമാണ്. മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് ഏതാന്തോട്ടം എന്നാണ് പേരിട്ടിരിക്കുന്നതിന്. ഇത് അല്ലേ? അമ്മച്ചിപ്ലവം കേട്ടിട്ടില്ല. പണ്ടൊരു യുദ്ധകാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവ് അമ്മച്ചിപ്ലവിന്റെ പൊത്തിലാണ് പ്രാണരക്ഷാർത്ഥം കയറിയിരുന്നത്. നമ്മൾ അതിന്റെ ഒരു സ്മരണാർത്ഥം ഇവിടെ ചെയ്തിരിക്കുന്നതാണ്. അത് ശരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. കൃഷി, പ്രകൃതി, സംസ്കാരം എന്നീ മേഖലകളിൽ മഹത്തായ സംഭവങ്ങൾ നൽകിയ ആൾക്കാരുടെ പേരുകളാണ് നമ്മൾ ഈ റോഡിനൊക്കെ ഇട്ടിരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം റോഡ്, MS സ്വാമിനാഥൻ റോഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ റോഡ് എന്നിങ്ങനെ പലതരം റോഡുകളുണ്ട്. ഈ മുമ്പിൽ കാണുന്ന നമ്മുടെ ഡോക്ടർ സലീം അലി റോഡാണ്. ബേഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകനാണ് അദ്ദേഹം. ഇത് ചെന്ന് അവസാനിക്കുന്ന ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലാണ്. ആണ് സോപ്പിൻകായ മരം. പണ്ട് കാലത്ത് ഈ സോപ്പിന് പകരമായിട്ടൊക്കെ ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ലോഹപ്പണിക്കാർ സ്വർണം, വെള്ളി എന്നിവയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കാ ഉപയോഗിക്കുന്നത്. പിന്നെ വിദേശത്തെ സ്ത്രീകൾ മുടി മിനുക്കാനായിട്ട് ഇതിന്റെ കാ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കാട്ടുപൂവരശ്. സിക്കിമിന്റെ സംസ്ഥാന വൃക്ഷവും നേപ്പാളിന്റെ ദേശീയ പുഷ്പമാണ്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തതും നമ്മളിവിടെ വളർത്തി പരിപാലിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു. ഇപ്പുറത്ത് ശിംഷിബ വൃക്ഷമാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. പണ്ട് രാമായണത്തിൽ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ ശിംഷിബ വൃക്ഷത്തിന്റെ ചോട്ടിലാണ് സീതാദേവി രാമനായിട്ട് കാത്തിരുന്നത്. സ്പതോഡിയ. അതിന്റെ ഓറഞ്ച് നിറത്തിലെ പൂവാണ്. ആ പൂ പൂത്ത് കഴിയുമ്പോ അതിന്റെ അടുത്തൂടെ പോകുന്ന പ്രാണികളെയൊക്കെ ആകർഷിച്ച് അതിന്റെ അകത്ത് വെച്ച് തന്നെ കൊന്നുകളയുന്നതാണ്. വൃക്ഷത്തിന്റെ പൂ പൂത്ത് കഴിയുമ്പോ ആ പൂവിൽ പ്രാണികൾ ആകർഷിച്ചു വരികയും അതിനെ അവിടെ വലിച്ചെടുക്കുകയും ചെയ്യുന്നത് അകത്ത് വെച്ച് കൊന്നുകളയുന്ന ശരിയാണ്. സ്പതോഡിയ. പിന്നെ ഈ ആദിവാസി ഊരുകളിലൊക്കെ ബൗണ്ടറി ആയിട്ട് നട്ടുപിടിപ്പിക്കുന്ന ഒരു മരമാണിത്. ഇതിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. മനുഷ്യർക്ക് തിരിച്ചറിയില്ല, മൃഗങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഗന്ധം കാരണം മൃഗങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും ഇതിന്റെ അടുത്തോട്ട് പോകാറില്ല. അതുകൊണ്ട് അവരൊരു ബൗണ്ടറി ആയിട്ട് നട്ടുപിടിപ്പിക്കുന്ന മരമാണ്. ഇല ഇതാണ് ഈ ഇല. കാരണം ഇത് വളരെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇല കിട്ടുന്നില്ലായിരുന്നു ഈ ഇല. മൃഗങ്ങൾ ഇത് ഗന്ധം തിരിച്ചറിഞ്ഞ് അതിന്റെ അടുത്തേക്ക് വരാതെ വരികയില്ല. അപ്പോൾ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ ആദിവാസികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് മരം. ഇതാണ് ചുവന്ന ഒതളങ്ങ. അത് ഈ ഒതളങ്ങ കാ കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. ഇതാണ് നമ്മുടെ ചിലയിടത്തൊക്കെ ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഒരു ഒതളങ്ങ എന്ന് പറയും. ആനപ്പന ഇതുണ്ടോ, നമ്മളത് കൊലച്ചിരിക്കുകയാണ്. ചുണ്ടപ്പനയുടെ കൊലയാണിത്. ഇത് ആനത്തിരിക്കുവാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കള്ള് ഇതിന്റെ കള്ളാണ് പനങ്കള്ള്. പിന്നെ പനങ്കൊല പോലുള്ള മുടി എന്നുള്ള മുടി. കാരണം ഈ പനയുടെ കൊല കണ്ടോ വളരെ നീളത്തിൽ ഇതിങ്ങനെ കിടക്കും. അതുകൊണ്ട് പനങ്കൊല പോലെയുള്ള മുടി എന്ന് പറയുന്നത്. ഇതാണ് പനങ്കൊല. അത് പൂത്ത് നിൽക്കുകയാണ്. ഈ പനങ്കൊല ചെത്തിയാണ് നമ്മൾ കള്ള് ഉണ്ടാക്കുന്നത്. ഇതാണ് നിർമാതളം.
മാധവിക്കുട്ടിയുടെ കഥകളിൽ നീർമാതളത്തിനല്ലേ പൂത്ത കാലം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീർമാതളം. നീർമാതളം ഇത് 2 വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കാറുള്ളൂ. ഓക്കെ. ഇളം വെള്ള കളർന്ന മഞ്ഞ നിറമാണ് ഇതിന്റെ പൂവിന്. ഓക്കെ ഓക്കെ. ഇതാണ് നീർമാതളം. ഇതാണ് നീർമാതളത്തിന്റെ ഒരു തണ്ടില് 3 ഇലയാണ് വരുന്നത്. ഓക്കെ 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 ഓക്കെ. എണ്ണപ്പന. ഇതാണ് അടുത്ത ചെടി വിഷമുള്ളി. ഇതിന്റെ മുള്ളിൽ വിഷമുണ്ട് അല്ലേ? ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉൾക്കാടുകളിൽ നായാട്ടിനൊക്കെ പോകുമ്പോൾ വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്ന കരിമരുത്. ഇതിന്റെ അകത്ത് 2.5 ഇഞ്ച് വ്യാസത്തിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യുവാണ്, വെള്ളം പുറത്തോട്ട് വരും. ഉപയോഗശേഷം വെട്ടിയ പീസും മണ്ണും വെച്ച് അടച്ചു വെച്ചാൽ വീണ്ടും പഴയ പോലെ അടുത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാവുന്ന സപ്പോർട്ടൊക്കെ ബഡ് ചെയ്യാൻ. ഇതെല്ലാം സപ്പോർട്ട ബഡ് ചെയ്യുന്നത്. എടംപിരി വലംപിരി ആയുർവേദത്തിൽ മുടിയൊക്കെ വളരാനായിട്ട് എണ്ണ ഇതിന്റെ കായ എടുക്കുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിന്റെ കായ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് വലത്തോട്ടും പിരിഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ ചേല കവർന്നെടുത്ത് കടമ്പുമരത്തിലാണ് തൂക്കിയിരുന്നത്. ഇതാണ് കടമ്പുമരം. ആഴത്തൊട്ടേ ശിഖരങ്ങൾ വളരുന്ന ഒരു മരമാണെന്നുള്ള പ്രത്യേകത. ഇതാണ് ചൂണ്ടയിടൽ കേന്ദ്രം. ഗൈഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇടാവുന്നതാണ്. ചൂണ്ട ഇരയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മീൻ കിട്ടിയാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇതിന്റെ പൊക്കത്ത് ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. അപ്പുറത്ത് വയലിൽ കൂടെ പോകുന്ന പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ബാമ്പു, ബുദ്ധന്റെ മുടിക്കെട്ട് പോലെയുള്ള ബാമ്പു, അതുകൊണ്ടാണ് ബുദ്ധ ബാമ്പു എന്ന് ഇതിന്റെ പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരാൾക്ക് 100 രൂപയാണ് പ്രൈസ്. ഇതാണ് ഡയറക്ടേഴ്സ് ഹാൻഡ്, ഇല്ല സംവിധായകന്റെ കൈ. നമ്മുടെ ഡയറക്ടറിന്റെ ഹാൻഡിന്റെ മോഡലാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കാട്ടത്തിയാണ്, അല്ലെ പാഴത്തി എന്നൊക്കെ പറയും. ഇവിടെ എത്ര ഉപയോഗമില്ലാത്ത മരങ്ങളാണെങ്കിലും നമ്മുടെ സാറിന്റെ കൈകളിൽ എല്ലാം സുരക്ഷിതമാണെന്നൊരു തീമിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നാൽപ്പാമര എണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തി എത്തി പേരാൽ അരയാൽ എന്നീ പാല് ചുരത്തുന്ന മരങ്ങളുടെ കറയാണ് നാൽപ്പാമര സോപ്പ്, നാൽപ്പാമര എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 4 മരങ്ങളും കൂടെ ഒരു വഞ്ചിയുടെ തീമിൽ ചെയ്തിട്ട് നാൽപ്പാമര വഞ്ചി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പുറത്ത് ശിവഗംഗ കൺസെപ്റ്റിൽ ഒരു പോണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ അകത്തൂടെ ഇറങ്ങിയൊക്കെ നടക്കാവുന്നതാണ്. ഫിഷ് ഫുഡൊക്കെ കൊണ്ടുവരും. അവിടെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വീടും ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയും മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ വീട് മോഡൽ ചെയ്തിരിക്കുന്നതാണ്. അമൃതവനം. പണ്ടൊരു വിഷുക്കാലത്ത് മാതാ അമൃതാനന്ദമായി നമ്മുടെ ഓണറിന് കുറച്ച് തൈകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ തൈകളെല്ലാം നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ച് അമൃതവനം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അമൃതാനന്ദമായി ഗിഫ്റ്റ് കൊടുത്താണ് ഇതിന്റെ ഓണർ കുര്യൻ സാറിന്. അപ്പൊ ഇതിന് അമൃതവനം എന്ന് പേരിട്ട് അന്നത്തെ ആ ഗിഫ്റ്റ് കൊടുത്ത ചെടികളെല്ലാമാണ് ഇവിടെ കാണുന്നത്. ഇത് മുള്ളം കടച്ചക്കേന്റെ മരമാണ്. 2 ഘട്ടമെന്ന് ഇതിന് പേരുണ്ട്. കടച്ചക്കേന്റെ അത്രയും സൈസും ചക്കിക്കകത്തോട്ടുള്ള കുരുവുള്ള പോലെ കുരുവുണ്ട്. ഇതാണ് ഈ മൈക്രോമേഡേഴ്സിന്റെ ഓണർ എൻ കെ കുര്യൻ. നമ്മുടെ ശിവഗംഗ കൺസെപ്റ്റിൽ ഒരു പോണ്ട് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ അകത്തൂടെ ഇറങ്ങിയൊക്കെ നടക്കാവുന്നതാണ്. ഫിഷ് ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കളർ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫിഷ് ഫീഡിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വന്ന് എടുത്ത് കഴിക്കുന്നു. ഈ ആരും കണ്ടില്ലാത്ത കാര്യമാണ്. വാഴയുടെ ചുണ്ട് താഴോട്ടാണ് തൂക്കി കിടക്കുന്നത്. ഇത് ചുണ്ട് മുകളിലേക്കുള്ള ഒരു വാഴക്കൊല ഉണ്ടോ? ഇതിന്റെ പേര് മുസാബ് ഒറിയാൻഡാണ്. ഗാർഡൻ ബനാന എന്ന് പറയും. ഫ്ലവറിങ് ബനാന. അതിന്റെ ഫ്ലവർ മുകളിലേക്ക്, കാരണം ഈ ചുണ്ട് മുകളിലേക്ക്, അതുപോലെ കായും എല്ലാം മുകളിലേക്കാണ്. റയറായ ഒരു സ്പീഷ്യസ് ആണ് ഇത്. നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണുന്നതിൽ ഡിഫറെന്റ് ആയിട്ടും ഇതൊക്കെ കായ്ക്കുക എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഗാർഡൻ ബനാന. നമ്മുടെ ഒരു പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു കണ്ടൽ പൂക്കോടൻ. കണ്ടൽ കാടുകളെ സംരക്ഷിക്കാനായി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കണ്ടൽ പൂക്കോടന്റെ സ്മരണാർത്ഥം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതാണ്. ഉള്ളത് ഇത് മഞ്ഞ മുള, പേപ്പർ മേക്കിങ്ങിനൊക്കെ ആയിട്ട് ഈ മുളയാണ് ഉപയോഗിക്കുന്നത്. ഓടമുളയുണ്ട്. ഓടക്കുഴൽ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന മുളയാണ് ഇത്. ഇത് കറുത്ത മുളയാണ്. ആദിവാസികൾ ഊരൊക്കെ നിർമ്മിക്കുമ്പോൾ തൂണായിട്ടൊക്കെ വെക്കാനും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ മുള ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു അക്കേഷ്യ വൃക്ഷവും വെച്ചിട്ടുണ്ട്. ട്രീ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടി, ആത്മബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പാതി മനുഷ്യനും പാതി പ്രകൃതിയായിട്ടുള്ള ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടുത്ത് ഒരു കൊച്ചു നിപ്പുണ്ട്. അത് നമ്മുടെ വരും തലമുറയെ കാണിക്കുന്നത്. പാളത്തിനും കപ്പലുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഉപയോഗിച്ചിട്ടൊരു ചെടിയാണ് ഇരുമ്പകം എന്നാണ്. ഇതുണ്ട്, ഇതിന്റെ ഇല കണ്ടോ? ഒരുമാതിരി എല്ലാ സ്പീഷീസിൽപ്പെട്ട ചെടികളും മരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ മാങ്കമേട്. പോലീസുകാർ ഉപയോഗിച്ചിട്ടിരുന്ന ലാത്തി ബാമ്പു അല്ലേ?
അപ്പൊ നേരത്തെ ഈ ലാത്തിക്ക് ഉപയോഗിച്ചിട്ടിരുന്ന ഈ ബാമ്പു ആണ്. പച്ചച്ചമ്പോ അല്ലേ? പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ തുണിയിൽ സുഗന്ധം വരാനായിട്ട് അതിന്റെ പൂവാണ് വെച്ചത്. ഇതിന്റെ പൂ ഭയങ്കര സ്മെല്ല് ഉള്ള ഒരാഴ്ച വരെയൊക്കെ അതിന്റെ സുഗന്ധം നിലനിൽക്കുന്നു. ഇതാണ് സ്മെല്ല്, ഒരാഴ്ച വരെ ഇതിന്റെ സുഗന്ധം. കനകചെമ്പരം. ഈ താഴെ നിൽക്കുന്ന ചെടിയാണ് രാമനാമ പച്ച. അതിന്റെ അടുത്ത് നിന്ന് ഏറെ നേരം ഭക്തിയോടെ ശ്രീരാമനാമം ചൊല്ലിയാല് അതിന്റെ ഇല കൈ കവുക്കുന്ന പോലെ മടങ്ങി വരുമെന്നാണ് പറയുന്നത്. രാമനാമ പച്ച. പച്ച. ഇതിന്റെ അടുത്ത് നിന്ന് നമ്മള് രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ അല്ലേ, അതിന്റെ ഇല മടങ്ങി വരുമെന്നാണ് പറയുന്നത്. അതായത് രാമൻ നമ്മളെ കനിയുമെന്നാണ് വിശ്വാസം. കേട്ടിട്ടില്ലേ? നഞ്ചന്തി അല്ലേ? അതാണ് നഞ്ചിന്റെ കാ. അതിന്റെ കാ നമ്മൾ ഇടിച്ചു ചതച്ച് വെള്ളത്തിൽ ചേർക്കുമ്പോൾ ആ ഭാഗത്ത് ഓക്സിജൻ കുറയുകയും അവിടുത്തെ മീനിന്റെ കണ്ണ് പൊട്ടി ബോധം കെട്ട് പൊങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് പണ്ട് കാലത്ത് മീൻ പിടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അത് നിയമവിരുദ്ധമാണ്. ഇതിനാണ് നഞ്ചിടുന്നത് ഇതുകൊണ്ടാണ് അല്ലെ, ഇതിന്റെ കാവുണ്ടല്ലേ. ഇത് ലക്ഷ്മി തരു. ലക്ഷ്മി തരുവിന്റെ നമുക്ക് മിക്കവരും കണ്ടിട്ടുള്ള ലക്ഷ്മി തരു. ഇതാണ് കർപ്പൂര ചെടി. ഈ കർപ്പൂരത്തിന്റെ ഇതിന്റെ കറയാണ് നമ്മൾ കർപ്പൂര ഉപയോഗിക്കുന്നത് അല്ലേ? ഈ രണ്ട് തടിയായിട്ട് പോകുന്ന കറുവപ്പട്ടയുടെ മരമാണ്. നമ്മുടെ ചാവറ അച്ഛൻ അത് നേരത്തെ വട്ടപ്പശയോടൊപ്പം പുസ്തകങ്ങൾ വട്ടപ്പശയോടൊപ്പം പുസ്തകം രചിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ കാര്യം. ബിരിയാണി ചെടി. ഇടതുവശത്ത് കാണുന്നതാണ് വൃക്ഷകന്യക. നമ്മൾ എല്ലായിടത്തും മത്സ്യകന്യകയാണ് കണ്ടിട്ട്. പഴുതാര ചെടി. നമ്മുടെ പഴുതാര കുത്തിയാൽ അതിന്റെ വിഷം പോകാനായിട്ട്. അതിന്റെ ലീഫും ഒരു പഴുതാരെ പോലെയാണ് ഇരിക്കുന്നത്. വയാഗ്ര എന്ന് പറയുന്നത് മുസലി പവർ. മുസലി പവർ ഇതാണ് മുസലി പവറിന്റെ. ചെങ്ങലം വരണ്ട. ആയുർവേദത്തിലൊക്കെ അസ്ഥി രോഗത്തിനൊക്കെ മരുന്നായിട്ട് വെച്ച് കെട്ടാനും അസ്ഥി പൊട്ടിയാലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനും അതിന്റെ ചെറിയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതാണ്. എണ്ണ ഉണ്ടാക്കുമ്പോ അതിന്റെ വേരൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതിന്റെ പൂവാണ് കിട്ടുന്നത്. ഇതാണ് ചെടിയാണ് കായമരം. നമ്മുടെ ഇവിടെ കുറ്റിച്ചെടി. ഇത് മരമല്ലല്ലോ നമ്മുടെ നാട്ടിൽ വരുന്നത്. കുറ്റിച്ചെടി ഇത് കായമരമാണ്. ഇതിന്റെ തളിരിലകളിൽ വരുന്ന മുകളത്തിലെ കറയാണ് നമ്മൾ കായപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. യമു, അതായത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമു. ഇതാണ് 5 ഫിംഗേഴ്സ്. അത് മനുഷ്യന്റെ കൈത്തണ്ടാക്കിയ കൈത്തണ്ടയില് 5 വിരലുകൾ പോലെ ഒരു തണ്ടിൽ 5 ഇലയാണ്. ഇതാണ് മസ്ജിദ്. നിസ്കരിക്കാനൊക്കെ ഉള്ളവർക്ക് സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. 50 പേർക്കൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാം സ്റ്റാച്ചു ആണ്. പരശുരാം മഴയൊറിഞ്ഞാണ് കേരളം. ഇതാണ് രക്തചന്ദനം. ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്തചന്ദനം നമ്മൾ ഉപയോഗിക്കുന്നത്. ആണ് സോപ്പിൻകായ മരം. പണ്ട് കാലത്ത് ഈ സോപ്പിന് പകരമായിട്ടൊക്കെ ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ലോഹപ്പണിക്കാർ സ്വർണം, വെള്ളി എന്നിവയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കാ ഉപയോഗിക്കുന്നത്. പിന്നെ വിദേശത്തെ സ്ത്രീകൾ മുടി മിനുക്കാനായിട്ട് ഇതിന്റെ കാ ഉപയോഗിക്കുന്നതാണ്. ഈ വൃക്ഷം ഇതിന്റെ ഓറഞ്ച് നിറത്തിലെ പൂവാണ്. ഇതൊരു എരപിടിയൻ വൃക്ഷമാണെന്നാ പറയുന്നത്. സ്പഡോഡിയ അല്ലെ? സ്പദോഡിയ. അതിന്റെ ഓറഞ്ച് നിറത്തിലെ പൂവാണ്. ആ പൂ പൂത്ത് കഴിയുമ്പോ അതിന്റെ അടുത്തൂടെ പോകുന്ന പ്രാണികളെയൊക്കെ ആകർഷിച്ച് അതിന്റെ അകത്ത് വെച്ച് തന്നെ കൊന്നുകളയുന്നതാണ്. ഇതാണ് ആൽമാവ് തറ. ആലുമാവിടെ ഒരു തറയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആൽമാവ് തറയാവും. ഇതാണ് കായമരം. നമ്മുടെ ഇവിടെ കുറ്റിച്ചെടി. ഇത് മരമല്ലല്ലോ നമ്മുടെ നാട്ടിൽ വരുന്നത്. കുറ്റിച്ചെടി എന്നുള്ള കായങ്ങളാണ്. ഇത് കായമരമാണ്. ഇതിന്റെ തളിരിലകളിൽ വരുന്ന മുകളത്തിലെ കറയാണ് നമ്മൾ കായപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്.
ആണ് റെസ്റ്റോറന്റിന്റെ ഒരു പ്രത്യേകത. അതിന്റെ പേര് ഒരു റെസ്റ്റോറന്റിന് അരയാല്. കണ്ടോ, ഇതാണ് പുകയില. ഇതാണ് പുകയില. 7 അടി വരെ പൊക്കം വെച്ച് നിലം തൊടുന്ന ഇല വളർന്നിട്ട് അത് ഉണക്കിയെടുത്തിട്ടാണ് ഈ പുകയിലൊക്കെ എടുക്കുന്നത്. ആ ബാഗിച്ചീര. ഈ നിൽക്കുന്ന മരം ഇതല്ലേ? അത് ഈ ദേഷ്യം വരുന്നവർക്കൊക്കെ ദേഷ്യം കണ്ടോ? ഇതിന് സമാധാന ചീര എന്നും പറയും, സന്തോഷ ചീര. കാരണം ദേഷ്യം വരുന്നവർക്ക് ഇതിന്റെ ഇല തോരൻ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ദേഷ്യം കുറയുമെന്ന് പറയും. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ദേഷ്യം ഒരുമാതിരി വീടുകളിൽ ഇത് വളർത്തേണ്ട ഒരു ചെടിയാണ്. ഇതിന്റെ ഇലയൊക്കെ കണ്ടോ? ഈ ഇല നമുക്കിപ്പം ഇത് നമ്മുടെ വീടുകളിലുണ്ട്, ദേഷ്യമൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷമായിട്ട് പോകാൻ പറ്റും ഇതുപോലൊരു ചെടി വെച്ചാൽ മതി. ജോക്കുട്ടൻ പറഞ്ഞു ഇതിന്റെ തണ്ട് മേടിച്ച് വെച്ചോളാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ ശില്പം റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നതാണ്. അതിന്റെ പുറകിൽ ബൈബിൾ വായിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ അതിന്റെ പുറകിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. Joy to the world, the Lord is come. Let earth receive her King. Let every heart prepare him room. And heaven and earth. നമ്മുടെ ലോകത്തിൽ ആദ്യത്തെ തീംഡ് ATM ആണ്. ബാലരമേല മായാവിയുടെ കോമിക്ക് ചെയ്തിരിക്കുന്നതാണ്. അവിടെ എന്നാണ് അതിന്റെ പേര്. 8 ചെടികളും കൂടെ നമ്മളൊരു തറയിൽ 8ന്റെ ഷേപ്പിൽ ചെയ്തു. ഇതാണ് 8 സുഗന്ധങ്ങൾ. അതായത് ഇതാണ് ആത്മാവ് തറ. ആൽമാവൂടെ ഒരു തറയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആത്മാവ് തറയാവും. കണ്ടോ അമ്മച്ചിയും കണ്ടോ, ഈ രണ്ടുപേരോടും കൂടി ഒരു കയറ് നിമിഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അമ്മച്ചിയാണ് ഈ കയറുണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ചവറ് പോലെയുള്ള ഈ ചകിരി കൊണ്ട് ഇവരിങ്ങനെ കയറുണ്ടാക്കിയത്. അമ്മച്ചി താങ്ക് യു. കേട്ടോ, സെഷനുണ്ട്. ഇതാണ് വെച്ചു പശു. ഇത് കാസർഗോഡ് കുള്ളൻ. ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടിക്കാളെ കണ്ടിട്ടില്ലേ? കണ്ടോ, ഇതാണ്. അവൻ നല്ല എല്ലാരും കിടന്നുറങ്ങുകയാണ്. പശുക്കിടാവാണ്. ഈ ഇടയ്ക്ക് ഈ കൂട്ടിലുണ്ടായതാണ്. കുഞ്ഞാണ്. ഓക്കെ, വാവയായിട്ട് അവനിങ്ങനെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് തിരുവട്ടക്ക. പഴയ കാലത്ത് ബുദ്ധ സന്യാസിമാര് ഭിക്ഷ യാചിക്കാൻ ഉപയോഗിച്ച കായാണ്. സത്ത് നമുക്ക് ഈ കോട ഉണ്ടാക്കാൻ, അത് വാറ്റാനുള്ള കോട ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതുകൊണ്ട് എന്നെ വലിപ്പം നോക്കിയത്. ഇതാണ് തിരുവട്ടക്ക. ഇത് ഒരു വലിയ തേങ്ങയുടെ വലിപ്പമുണ്ട് ഇതിന്. ഇതാണ് ചേരു ചാരിയാല് താനി വണ്ണങ്ങളെന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ചേരുമരം. ഇതിന്റെ അടുത്തൂടെ ചില പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പുകാർ നക്ഷത്രക്കാരൊക്കെ പോകുമ്പോൾ ചൊറിച്ചിലോ അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മാറാനായിട്ട് ഈ താനി എന്ന മരത്തിന്റെ ചുറ്റും 3 പ്രാവശ്യം വലം വെച്ചാൽ മതിയേ. ഇതാണ് താനി മരം. ഓക്കെ, ഇതാണ് അങ്ങനെ ചൊറിച്ചിൽ വരുന്നവർക്ക് മാറാനായിട്ട് ഈ താനി മരത്തിന് ചോട്ടി വരണം. ഇതാണ് താനി മരം. അപ്പൊ അവിടെ വരുന്ന ചൊറിച്ചിൽ മാറാൻ താനിയുടെ ചുറ്റും 3 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറുന്നു. അഞ്ച് മിനിറ്റത്തേക്ക് 100 രൂപയാണ്. ടൊൾഡിയും VR ഷോയും. ടൊൾഡി മറ്റേ കണ്ണാടി വെച്ചിട്ട് VR മറ്റേ കണ്ണാടി കൺസെപ്റ്റില് ചെയ്ത അമ്പലക്കുളമാണ്. ഇതാണ് സർപ്പക്കാവ്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ സർപ്പക്കാവാണ് ഇത്. സർപ്പക്കാവുകളുടെ ശാസ്ത്രീയവും പ്രാധാന്യത വരും തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാനും അതുവഴി സർപ്പക്കാവുകളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ തൈ നട്ടത് മുതൽ പ്രതിഷ്ഠാക്രമം ചെയ്തവരെ നമ്മുടെ ഓണറായ ഇൻഫ്ലുവൻസറാണ്. ഈ മാംഗോ മറോസ് മൊത്തം ഒരു കാവായിട്ടാണ് കാണുന്നത്. ഇപ്പുറത്ത് നമ്മുടെ പുള്ളുവമ്പാട്ടും രാമായണമൊക്കെ വായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് തുളസിത്തറ. പണ്ടുകാലത്ത് നമ്മൾ തുളസിത്തറ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. നമ്മൾ അതിന്റെ ഒരു സ്മരണ ചെയ്തിരിക്കുന്നതാണ്.
സർപ്പകരുള. എന്താണ് രാമായണം വായിക്കുന്നതും അല്ലെ, പുള്ളുവൻ അല്ലെ, സർപ്പത്തിനായിട്ട് പുള്ളുവൻ പാട്ട്. പുള്ളുവൻ പാട്ട്, സർപ്പപ്പാട്ട്, അതിന് വായിക്കാനുള്ള സ്ഥലം അല്ലെ. അത് പഴയ ഒരു കൺസെപ്റ്റിൽ ഇവർ ഉണ്ടാക്കി വെച്ചത്. രാമായണവും മഹാഭാരതവും വായിക്കാൻ അറിയുന്നവരും ഇവിടെ തിരിച്ചു വയ്ക്കാൻ പറയുന്നുണ്ടോ. ഇത് ആധ്യാത്മിക രാമായണമാണ്. പുള്ളുവൻ പാട്ട്, കാരണം സർപ്പക്കാവിനടുത്ത് ഇതുണ്ടോ വിളക്കുമുണ്ട്. അതുപോലെ കൽവിളക്കുണ്ട്, കൽവിളക്ക് അതും ലൈവായിട്ട് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. പഴയ കാലത്തെ എല്ലാ കൺസെപ്റ്റും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ കവിസങ്കല്പം അനുസരിച്ച് പുരുഷനെ മരമായിട്ടും സ്ത്രീയെ വള്ളിച്ചെടിയായിട്ടാണ് കാണുന്നത്. ഏഴിലംപാല എന്ന മരവും അപ്പൂപ്പന്താടി എന്ന വള്ളിച്ചെടിയും കൂടെ നമ്മൾ ഒരുമിച്ച് വിട്ടിരിക്കുന്നതാണ്. മാംഗോ മോഡോസിന്റെ കമിതാക്കൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ വരും തലമുറയ്ക്കായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. രുദ്രാക്ഷ മാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിന്റെ കായാണ് എടുക്കുന്നത്. 1 മുതൽ 21 മുഖങ്ങളാണ് രുദ്രാക്ഷത്തിന് കാണപ്പെടാറ്. 5 മുഖങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. 1 മുഖവും 6 മുഖവും ഒക്കെ വളരെ റെയറാണ്. അതുണ്ടായി വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഹോളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോളൊന്നും ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമല്ല. മരം 3 കമ്പായിട്ട് പോയിരിക്കുന്ന, ചൂടായിട്ട് പോയിരിക്കുന്ന അറുപത് മരം. ഇതിന്റെ ഉപയോഗം എന്നാ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഊത്. ഈ ഊത് അത്തറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. 15-20 വർഷമാകുമ്പോൾ ഇതിന്റെ തടി പാകമാവും. അന്നേരം ഇതിൽ ഒരു വണ്ട് വന്നിരുന്ന് ഫംഗസ് പടരുകയും ആ ഫംഗസ് പടർന്ന അത്രയും ഭാഗം കറുത്ത നിറത്തിലാവും. അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഊതും അത്തറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇഞ്ചക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇവിടെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. കുന്തിരിക്കമായ സാമ്പ്രാണിയൊക്കെ ഉണ്ടാക്കാനും കുന്തിരിക്കത്തിനും ഒക്കെ വെളുപ്പ് നിറത്തിലാണ് കുന്തിരിക്കം കാണുന്നത്. ഇല കാണാൻ മുകളിലാണ്, ഇല കാണത്തില്ല, വളരെ കറുത്ത കുന്തിരിക്കാണ്. പേരാൽ, അതായത് മരങ്ങളെ ആസ്പദമാക്കിയ പേരുകൾ എന്നുള്ള ചെടിയാണിത്, മരം. അങ്ങനെ യോക്കുട്ടൻ കല ഉണ്ടാക്കാൻ പോവാണ്. സന്ധ്യകളായി ഇരുദിക്കിൽ കവിതയിലൂടെ തൂശി ഒലീവു ചില്ലകൾ ഉള്ളിയെടുത്തൻ അരുമ കവിത. കളിമണ്ണ് കൊണ്ട് ഒരു ബൗൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത് അല്ലേ, തന്നിരിക്കുകയാണ്. ഇതാണ് ബൗള്. ഞങ്ങളിങ്ങനെ മാംഗോ മോഡോസ് കണ്ട് തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷമാണ്, സംതൃപ്തിയാണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇതുപോലെ ഒരു സംരംഭം ഉള്ളതും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക്. അപ്പോൾ ബൈ, സി യു, സൈനിങ് ഓഫ്, ജെയ്സൺ, ജോ ആൻഡ് ട്രീ. Sorry, it's DJ.